Hello friends, welcome to our travel and food diaries. ഇന്ന് ഒരു ബീഫ് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇൻഗ്രീഡിയൻസിൽ ചെറിയൊരു വ്യത്യാസം വരുത്താറുണ്ട്. അപ്പോൾ കട്ട്ലറ്റ്സിന് നല്ല ടേസ്റ്റും ഫ്ലേവറും കിട്ടും. സോ നമുക്ക് ബീഫ് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം. അധികം നെയ്യില്ലാത്ത 1 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീഫിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് മാറ്റാം. 1/4 ഗ്ലാസ്സിന് താഴെ മാത്രം വെള്ളം എടുത്താൽ മതി. ബീഫ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പൊട്ടാറ്റോയും കൂടെ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതും കൂടിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് സ്റ്റവ് ഓണാക്കി ഫ്ലെയിം ഹൈയിൽ വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു 15 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബീഫ് ഏകദേശം വെന്ത് കിട്ടും. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്ത് വെക്കാം. 4 മീഡിയം സൈസ് സവോള, 10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. സവാള നീളത്തിലും ബാക്കി ഇൻഗ്രീഡിയൻസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് ഫുൾ സ്റ്റീം പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ വലിയിച്ചെടുക്കാം. ബീഫ് ഏകദേശം ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെക്കാം. ബീഫ് ഷാലോ ഫ്രൈ ആയതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ്, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുവാനായിട്ട്. ഈ ഒരു രീതിയിൽ കട്ട്ലറ്റിനായിട്ടുള്ള ബീഫ് കീമ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ബീഫ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൻ്റെ ആ ബ്ലേഡിൻ്റെ ആ ലെവലിലേക്ക് മാത്രം ബീഫ് ഫിൽ ചെയ്ത് കൊടുക്കുക. അധികം ചേർക്കുകയാണെങ്കിൽ ബീഫ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് 3-4 ബാച്ചായിട്ട് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ മിക്സിയിലിട്ട് ഒരുപാട് നേരം തിരിക്കാനും നിൽക്കണ്ട, 1-2 പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഒന്ന് വഴിച്ചെടുക്കാം. അതിനുശേഷം സവാളയും കൂടി ഇട്ട് നല്ലപോലെ വഴിച്ചെടുക്കാം. സവാള ബ്രൗൺ കളറായി ചേഞ്ച് ആകുന്ന ഒരു സമയത്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് ബീഫിൽ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോരാത്തതുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്യുകയാണ്. സാധാരണ എല്ലാവരും കട്ട്ലറ്റ്സിൽ ഗരം മസാല പൗഡറാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ഗരം മസാലയ്ക്ക് പകരം ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ രുചികരവും അതുപോലെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് മാത്രമാണ് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നത്. ഈ സമയത്ത് നമുക്ക് എരിവ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഈ കൂട്ട് ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊരു മോൾഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചോ ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റിയെടുക്കാം. മോൾഡ് ചെയ്തെടുത്ത കട്ട്ലറ്റ്സ് 1/2 അവറെങ്കിലും ഞാൻ ഫ്രീസറിൽ വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കട്ട്ലറ്റ്സ് എല്ലാം ഒന്ന് സ്റ്റിഫായി കിട്ടും. അപ്പോൾ അടുത്തൊരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിനെസ് ആവും. ഇതിനി ഒരു 1/2 അവർ ഫ്രീസറിൽ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു ദോശ പാൻ എടുത്തിട്ടുണ്ട്, അതിൽ ബ്രെഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ സ്റ്റിഫാകുന്നത് വരെ നമുക്ക് ചൂടാക്കി എടുക്കണം. റസ്കിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതുപോലെ നല്ല സ്റ്റിഫായിട്ട് എടുക്കണം. പിന്നെ ഈ ബ്രെഡ് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി ഈ കട്ട്ലറ്റ്സ് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 മുട്ട കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം കട്ട്ലറ്റ്സ് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ചു വെക്കാം.
ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് ഏകദേശം 25 കട്ട്ലറ്റ്സ് കിട്ടും. ഞാനിത് 3 കണ്ടെയ്നറിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരെണ്ണം ഫ്രിഡ്ജിലും ബാക്കി 2 ഫ്രീസറിലോട്ടും വെക്കുന്നുണ്ട്. ഫ്രീസറിൽ നമുക്കിത് 2-3 ദിവസം വരെ സ്റ്റോർ ചെയ്യാം. ഫ്രൈ ചെയ്യുന്നതിൻ്റെ 1-2 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വെച്ച് തണുപ്പ് വിടുമ്പോൾ ആവശ്യാനുസരണം വറുത്തെടുക്കാം. കട്ട്ലറ്റ്സ് വറുത്തെടുക്കാനായിട്ട് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരണം. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം കട്ട്ലറ്റ്സിലോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ കട്ട്ലറ്റ്സ് ചെറിയ തീയിൽ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അറ്റ് എ ടൈം കുറേ അധികം കട്ട്ലറ്റ്സ് വറുക്കാതിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാത്രത്തിലോട്ട് 3 കട്ട്ലറ്റ്സ് ആണ് വറുക്കാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു ടിപ്പും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ്സ് അങ്ങനെ പൊട്ടിപ്പോകില്ല. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ കട്ട്ലറ്റ്സ് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.